സഹകരണ സംഘങ്ങൾ വെറും സംഘങ്ങൾ മാത്രം, അവ ബാങ്കുകളല്ല. സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് പത്രപരസ്യം വഴി വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 1949 ബാങ്കിംഗ് നിയന്ത്രണ നിയമപ്രകാരം റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി ഉള്ളവയെ മാത്രമാണ് ബാങ്കുകളായി പരിഗണിക്കുക. 2020 ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി നിയമപ്രകാരം സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കുന്നതായും അംഗങ്ങളല്ലാത്തവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. 2020 നിയമം പ്രാബല്യത്തിൽ വന്നിട്ടും സഹകരണ സംഘങ്ങൾ ബാങ്കുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് RBI വീണ്ടും പരസ്യത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. ഓരോ 6 മാസത്തിലും ഇത്തരം പരസ്യങ്ങൾ RBI നൽകാറുമുണ്ട്. സഹകരണ മേഖല സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ പേരുമാറ്റം അടക്കം അതുമായി ബന്ധപ്പെട്ടതെല്ലാം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതേസമയം പല സഹകരണ സംഘങ്ങളും പേര് മാറ്റാൻ കേരളത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബൈലോയിലും ബാങ്ക് എന്നത് ഒഴിവാക്കി. എന്നാൽ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. ഇപ്പോഴും കേരളത്തിൽ സഹകരണ സംഘങ്ങൾ ബാങ്കുകളായിട്ട് തന്നെ തുടരുകയാണ്. കേരള സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്തതാണ് പേര് മാറ്റാൻ തടസ്സമായി നിൽക്കുന്നത്. സംഘങ്ങൾക്ക് ബാങ്കിങ്ങിന് RBI ലൈസൻസ് നൽകിയിട്ടില്ല. ഇത് കാരണം ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വഴി നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ സഹകരണ സംഘ നിക്ഷേപങ്ങൾക്ക് ലഭിക്കില്ല. ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 1650 സഹകരണ സംഘങ്ങളാണ് ബാങ്ക് എന്ന പേരുമായി പ്രവർത്തിക്കുന്നത്. പേര് മാറ്റിയാലും പ്രവർത്തിക്കാൻ തടസ്സമില്ല എന്നാണ് വാദം. പേര് മാറ്റിയില്ലെങ്കിലും റിസർവ് ബാങ്കിന് നടപടിയെടുക്കാനാവില്ല. പരാതി ഉയർന്നാൽ നിയമക്കുരുക്കാകും. നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. നിക്ഷേപം വോട്ടവകാശമുള്ള അംഗങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാനാവൂ. അംഗങ്ങളിലേക്ക് മാത്രമേ സൊസൈറ്റിയുടെ പ്രവർത്തനം ചുരുക്കേണ്ടി വരും എന്നർത്ഥം. നിയന്ത്രണം നടപ്പാക്കിയാൽ 60,000 കോടിയുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇതോടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മൂക്കുകയർ വീഴുകയാണ്. സംസ്ഥാനത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നത്. ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ RBIയുടെ മുന്നറിയിപ്പ് സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കുകളല്ല എന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചതിക്കുഴിയിൽ വീഴരുത് എന്ന മുന്നറിയിപ്പാണ് ബാങ്കുകൾ നൽകുന്നത്. RBI നിരീക്ഷണത്തിൽ ചില സഹകരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ പേരിനൊപ്പം ചേർക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബാങ്കിംഗ് റെഗുലേറ്ററി ആക്ടിന് എതിരാണ്. അംഗങ്ങളല്ലാത്തവരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതായി കണ്ടിരുന്നു. ഇത് ബാങ്കിന്റെ വ്യവസ്ഥയെ തന്നെ ബാധിക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്ക് RBI പറയുന്നത് ഇത്തരം സൊസൈറ്റികൾക്ക് ലൈസൻസ് ഇല്ല. അത് ബാങ്കിംഗ് ആക്ട് 1949 കീഴിലുള്ള ബാങ്കുകളല്ല. അതോടൊപ്പം ഇവർക്ക് RBI ബിസിനസ് ചെയ്യാനുള്ള അനുമതിയും നൽകിയിട്ടില്ല. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല. ഇത്തരം സഹകരണ സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇവയ്ക്ക് RBI രജിസ്ട്രേഷൻ ഉണ്ടോ എന്നും പരിശോധിക്കണം. പൊതുജനങ്ങൾ സ്വന്തം സമ്പാദ്യം രജിസ്ട്രേഷൻ അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത് വഴി വലിയ ചതിക്കുഴിയിലാണ് അകപ്പെടുന്നത്. ഇത്തരം ചതിക്കുഴികൾ നേരത്തെ തന്നെ തിരിച്ചറിയണം. അതിൽ RBIക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല എന്നും RBI അറിയിച്ചിരുന്നു. സംസ്ഥാന സഹകരണ സംഘങ്ങളുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർത്ത് ഇടപാടുകൾ നടത്തരുത് എന്ന നിർദ്ദേശം നേരത്തെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ മാത്രം ഇതിന് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. ന്യൂസ് ഡെസ്ക് കർമാനസ്.